നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. 3 ആഴ്ച നീണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊട്ടിക്കലാശം എന്ന പേരിൽ ഒല്ലൂർ സെന്ററിലും തൃശൂർ സ്വരാജ് റൌണ്ടിലും നടന്നു. വേനൽ ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടുമായി പരസ്യ പ്രചാരണത്തിന് സമാപനം. ഒല്ലൂർ മണ്ഡലത്തിലെ 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും കൊട്ടിക്കലാശം. ഒല്ലൂരിൽ അണികളിൽ ആവേശക്കടൽ തീർത്തു. കേരള കാർഷിക സർവകലാശാല 2025 അധ്യയന വർഷത്തെ ബിരുദദാന ചടങ്ങ് തൃശൂർ പുഴയ്ക്കലിൽ ഹയാത്ത് റീജൻസിയിൽ വെച്ച് നടന്നു. തൃശൂർ MP സുരേഷ് ഗോപിക്കെതിരായ തെരഞ്ഞെടുപ്പ് ഹർജി ഹൈക്കോടതി തള്ളി. വാർത്തകൾ വിശദമായി. 3 ആഴ്ച നീണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊട്ടിക്കലാശം എന്ന പേരിൽ ഒല്ലൂർ സെന്ററിലും തൃശൂർ സ്വരാജ് റൌണ്ടിലും നടന്നു. തീ പാറുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം. വാൾ പോസ്റ്ററുകൾ, കട്ടൌട്ടുകൾ, നോട്ടീസുകൾ, വാഹനങ്ങളിൽ സഞ്ചരിച്ചുള്ള മൈക്ക് അനൗൺസ്മെന്റുകൾ, സംഘങ്ങളായും ഒറ്റയ്ക്കും വീട്ടുകാർ, കടകൾ, സ്ഥാപനങ്ങൾ എന്നിവ കയറിയുള്ള പ്രചരണങ്ങൾ, ചുവരെഴുത്തുകളെല്ലാം കഴിഞ്ഞു. സർവ്വസന്നാഹങ്ങളുമായി പ്രധാന കേന്ദ്രങ്ങളിൽ കൊട്ടിക്കലാശം എന്ന ശക്തി പ്രകടനം. അത് എതിരാളികളെക്കാൾ കെങ്കേമമാക്കാൻ ഓരോ മുന്നണിയും പ്രത്യേകം ആളും മരങ്ങും ഒരുക്കിയ ക്ലൈമാക്സ് ആയിരുന്നു കണ്ടത്. തൃശൂർ നഗരത്തിൽ ആവേശം അതിരുവിട്ട് സംഘർഷത്തിലേക്ക് കടക്കാതിരിക്കാൻ പോലീസ് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചു. 3 മുന്നണികളും 3 പോയിന്റുകളിൽ അവരുടെ പ്രകടനം അവതരിപ്പിച്ചു. ജനം ഒട്ടൊരു വിസ്മയത്തോടെ കണ്ടുനിന്നു. ഇനി വീടുകളിലെത്തി വോട്ട് ഉറപ്പിക്കലാണ്. പ്രവർത്തകർക്ക് ഇനി 2 നാൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. എതിർ സ്ഥാനാർത്ഥികളുടെ ആളുകൾ വോട്ടർമാരെ പാരിതോഷികങ്ങളുമായി സ്വാധീനിക്കുന്നുണ്ട് എന്ന നിരീക്ഷണം. ഒല്ലൂർ മണ്ഡലത്തിൽ മണ്ണുത്തിയിൽ നിന്ന് K രാജന്റെ റോഡ് ഷോയുടെ കൊട്ടിക്കലാശം ഒല്ലൂരിൽ നടന്നു. ദേശീയ നേതാക്കളടക്കം പടയോട്ടം നടത്തിയ പ്രചാരണത്തിൽ വലിയ വിജയ പ്രതീക്ഷകളിലാണ് 3 മുന്നണികളും. പ്രവർത്തകരും നേതാക്കളും അണിനിരക്കുന്ന ശക്തി പ്രകടനം വാരോളം ഉയർത്തി എന്ന് നിസ്സംഗം പറയാം. ബുധനാഴ്ച നടക്കുന്ന നിശബ്ദ പ്രചരണത്തിനു ശേഷം വ്യാഴാഴ്ച ജനവിധി. കേരളം പോളിംഗ് ബൂത്തിലേക്ക്. എല്ലാ പൌരന്മാരും തങ്ങളുടെ വോട്ടുകൾ ഭീതിയോ പരപ്രേരണയ്ക്കോ വശംവദരാകാതെ സ്വതന്ത്രമായി സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. വേനൽ ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടുമായി പരസ്യ പ്രചാരണത്തിന് സമാപനം. ഒല്ലൂർ മണ്ഡലത്തിലെ 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും കൊട്ടിക്കലാശം. ഒല്ലൂരിൽ അണികളിൽ ആവേശക്കടൽ തീർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് സമാപനം. വലിയ പ്രചാരണ കോലാഹലത്തിനാണ് ക്ലൈമാക്സ്. ഓരോ സ്ഥാനാർത്ഥിയുടെയും അണികൾ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശം വാനോളം ഉയർത്താൻ ഒല്ലൂർ സെന്ററിൽ എത്തി. 3 സ്ഥാനാർത്ഥികളും മുതിർന്ന നേതാക്കളും അണികളും കൊട്ടിക്കലാശത്തിനെത്തിയതോടെ ആവേശം ഇരട്ടിയായി. ദേശീയ നേതാക്കൾ അവസാന നിമിഷം കേരളത്തിൽ നടത്തിയ പടയോട്ടമായിരുന്നു പ്രത്യേകത. നിശബ്ദ പ്രചരണത്തിനു ശേഷം മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക്. വലിയ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്ത് ചിറക്കാക്കോട് നിന്ന് ആരംഭിച്ച പ്രചരണ യാത്ര
പാണഞ്ചേരി, ചെമ്പൂത്ര, കൂട്ടാല, മുളയം, കൊഴുക്കുള്ളി, മൂർക്കനിക്കര, പൂച്ചട്ടി, ഇളംതുരുത്തി, കുട്ടനെല്ലൂർ, പടവരാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണത്തിനുശേഷം ഒല്ലൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിലെത്തി കൊട്ടിക്കലാശത്തോടെ സമാപിച്ചു. LDF സ്ഥാനാർത്ഥി കെ രാജൻ മണ്ണുത്തിയിൽ നിന്നും ആരംഭിച്ച പരസ്യപ്രചാരണം പട്ടാളക്കുന്ന്, പുത്തൂർ, അഞ്ചേരി, കുട്ടനെല്ലൂർ, പടവരാട് എന്നിവിടങ്ങളിലെ സ്വീകരണ ശേഷം ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ റോഡിലെത്തി സമാപിച്ചു. ഒല്ലൂർ കാർപേട്ട റോഡിൽ BJP സ്ഥാനാർത്ഥി ബിജോയ് തോമസിന്റെ പരസ്യപ്രചാരണത്തിനും സമാപനം കുറിച്ചു. 3 മുന്നണികളും എത്തിയതോടെ ആവേശക്കടലായി. വാദ്യമേളങ്ങളും അനൌൺസ്മെന്റ് വാഹനങ്ങളും മികച്ചതാകാൻ പരസ്പരം മത്സരിച്ചു. സംഘർഷമില്ലാതിരിക്കാൻ കനത്ത പോലീസ് സുരക്ഷയായിരുന്നു. പ്രദേശമാകെ മുഴങ്ങിയ ശബ്ദകോലാഹലങ്ങൾ കൃത്യം 6 മണിക്ക് ഒറ്റ നിമിഷം കൊണ്ട് നിശബ്ദമായി മാറി.
വർണ്ണാഭമായ കൊട്ടിക്കലാശം പൂരാവേശത്തിൽ. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ മുന്നണി സ്ഥാനാർത്ഥികളുടെ കലാശക്കൊട്ടിൽ വാദ്യഘോഷങ്ങൾ, DJ പരിപാടി, ബൈക്ക് റാലി, വിവിധ കലാരൂപങ്ങൾ അണിനിരത്തി പോരാട്ട വീര്യത്തോടൊപ്പം ശക്തി പ്രകടനമായി നാട്ടിലും നഗരത്തിലും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റലപ്പള്ളിയുടെ കൊട്ടിക്കലാശം വടക്കാഞ്ചേരി ടൌണിലും, ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി PN വൈശാഖിന്റെ വാഴാനി റോഡിലും, NDA സ്ഥാനാർത്ഥി ഉല്ലാസ് ബാബുവിന്റെ ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്തും വിവിധ ആരവത്തോടെ കലാശിച്ചു. സർക്കാരിന്റെ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാതെ സാധാരണക്കാരെ
കേരള കാർഷിക സർവകലാശാല 2025 അധ്യയന വർഷത്തെ ബിരുദദാന ചടങ്ങ് തൃശൂർ പുഴയ്ക്കലിലുള്ള ഹയാത്ത് റീജൻസിയിൽ നടന്നു. കേരള ഗവർണറും കാർഷിക സർവകലാശാല ചാൻസലറുമായ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ മുഖ്യാതിഥിയായി. കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് IAS പങ്കെടുത്തു. കൃഷി, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഫോറസ്ട്രി, ബേസിക് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്നീ 4 ഫാക്കൽറ്റികളിലായി 1108 വിദ്യാർത്ഥികളിൽ 89 ഡോക്ടറേറ്റ്, 254 ബിരുദാനന്തര ബിരുദം, 628 ബിരുദം, 94 ഡിപ്ലോമ, 43 PG ഡിപ്ലോമ എന്നിവ നൽകി. ബിരുദം നേടി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ നാടിനു വേണ്ടി ഉത്തരവാദിത്വത്തോടെ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ചാൻസലർ പറഞ്ഞു. ദേശീയ ഗീതം വന്ദേ മാതരം, സുജലാം സുഫലാം എന്ന 2 പ്രധാന വിഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നല്ല ജലം, നല്ല ഫലങ്ങൾ. കാർഷിക ബിരുദധാരികൾ രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിദ്യാർത്ഥികളിൽ സംരംഭകത്വം വളർത്തിയെടുക്കണമെന്നും ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക് അനുകൂല സാഹചര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാഠ്യേതര വിഷയങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ ബിരുദദാന ചടങ്ങിൽ വെച്ച് വിവിധ അവാർഡുകൾ നൽകി ആദരിച്ചു. 2021 ബാച്ചിൽ നിന്ന് BSc ഓണേഴ്സ് കാർഷികം, ബിടെക് അഗ്രി എഞ്ചിനീയറിംഗ്, ബിടെക് ഫുഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ബിടെക് ബയോടെക്നോളജി, BSc ഓണേഴ്സ് ഫോറസ്ട്രി, BSc ഓണേഴ്സ് ആൻഡ് BBSc ഓണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് സയൻസ് എന്നിവയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് സർദാർ പട്ടേൽ ഔട്ട്സ്റ്റാൻഡിംഗ് ICAR ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡിന്റെ ഭാഗമായുള്ള കോർപ്പസ് പണം ഉപയോഗിച്ച് സ്വർണ്ണ മെഡലുകൾ B. അമൃതശ്രീ, അക്സ എലിസബത്ത് ജോസ്, നവ്യ G, ആലിസ് ആൻഡ് സജീദ്, M. ആദിത്യ രഘുനാഥൻ, മഞ്ജിമ ഷാജി, മിഖ കോഷ് TL എന്നിവർക്ക് വിതരണം ചെയ്തു. BSc അഗ്രി പ്രോഗ്രാമിൽ 1ാം റാങ്ക് നേടിയ കുമാരി B. അമൃതശ്രീക്ക് ഡോക്ടർ TP മനോമോഹൻദാസ് സ്മാരക എൻഡോമെന്റ് അവാർഡും, PG കാർഷിക കീടശാസ്ത്രം പ്രോഗ്രാമിൽ 1ാം റാങ്ക് നേടിയ കുമാരി അഞ്ജു എസിന് ഡോക്ടർ MGRGK നായർ സ്മാരക എൻഡോമെന്റ് അവാർഡും നൽകി. പ്ലാന്റ് പാത്തോളജി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ UG PG വിദ്യാർത്ഥികളായ അഞ്ജന ലക്ഷ്മി, സോന ജെയ്സൺ എന്നിവർക്ക് ഫെമി ജോസ് മെമ്മോറിയൽ മെറിറ്റ് അവാർഡും വിതരണം ചെയ്തു. PhD സോയിൽ സയൻസ് പ്രോഗ്രാമിൽ 1ാം റാങ്ക് നേടിയ വിഷ്ണു ചന്ദ്രൻ, PhD ഫോറസ്ട്രി പ്രോഗ്രാമിൽ 1ാം റാങ്ക് നേടിയ അഖില അശോകനും ഡോക്ടർ PKR നായർ അവാർഡും സമ്മാനിച്ചു. പ്രശസ്ത സംഗീതജ്ഞനായ ഇടപ്പള്ളി അജിത് കുമാർ, കുമാരി കൃഷ്ണ അജിത് എന്നിവരും വയലിൻ കച്ചേരിയോടെ പരിപാടി ആരംഭിച്ചു. സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ A. സക്കീർ ഹുസൈൻ, വിദ്യാഭ്യാസ വിഭാഗ മേധാവി ഡോക്ടർ യാമിനി വർമ്മ, ഡീൻ ഓഫ് ഫാക്കൽറ്റി അഗ്രി ഡോക്ടർ ജേക്കബ് ജോൺ, ഡീൻ ഓഫ് ഫാക്കൽറ്റി അഗ്രികൾച്ചറൽ ആൻഡ് എഞ്ചിനീയറിംഗ് ഡോക്ടർ ജയൻ PR, ഡോക്ടർ EG രഞ്ജിത് കുമാർ, സർവകലാശാലയുടെ ഭരണസമിതി, ജനറൽ കൌൺസിൽ അംഗങ്ങൾ, അധ്യാപകർ, ഉദ്യോഗസ്ഥർ, മാതാപിതാക്കൾ എന്നിവരും സന്നിഹിതരായിരുന്നു. തൃശൂർ MP സുരേഷ് ഗോപിക്കെതിരായ തിരഞ്ഞെടുപ്പ് ഹർജി ഹൈക്കോടതി തള്ളി. തിരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിക്കപ്പെട്ട 2 ഹർജികളിൽ ഒരെണ്ണം കേരള ഹൈക്കോടതി തള്ളി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി സമർപ്പിച്ച ഹർജിയാണ് കോടതി നിരസിച്ചത്. അപര്യാപ്തമായ കാരണങ്ങളും വ്യക്തമായ തെളിവുകളുടെ അഭാവവും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സുരേഷ് ഗോപിയുടെ വിജയത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സമാനമായ മറ്റൊരു ഹർജി കോടതിയുടെ പരിഗണനയിൽ തുടരുകയാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രമുഖ അഭിഭാഷകരായ സീനിയർ അഡ്വക്കേറ്റ് രാംകുമാർ, അഡ്വക്കേറ്റ് ശിവശങ്കർ, അഡ്വക്കേറ്റ് വിഷ്ണു B. കുറുപ്പ് എന്നിവർ ഹൈക്കോടതിയിൽ ഹാജരായി. തെരഞ്ഞെടുപ്പ് സുരക്ഷ ഉറപ്പാക്കാൻ തൃശൂർ റൂറൽ പോലീസിന്റെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ കൈമാറാം. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ പ്രത്യേക ഇലക്ഷൻ കൺട്രോൾ റൂമാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അത്യാവശ്യ വിവരങ്ങൾ കൈമാറാനും പരാതികൾ അറിയിക്കാനും 24 മണിക്കൂറും സേവനം ലഭിക്കും. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോലീസ് സേവനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ക്രമസമാധാന പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനും ഉറപ്പാക്കാനാണ് കൺട്രോൾ റൂം. ഏപ്രിൽ 7, 8, 9, 10 തീയതികളിൽ ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചിറയിലുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലാണ് പ്രവർത്തിക്കുക. പൊതുജനങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. കൺട്രോൾ റൂം നമ്പറുകൾ 9497 941898, അഡീഷണൽ SP തൃശൂർ റൂറൽ 9497 990081, അടിയന്തര പ്രതികരണ സംവിധാനത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 112-ലും ബന്ധപ്പെടാവുന്നതാണ്. കൺട്രോൾ റൂമിലേക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതീവ രഹസ്യ സ്വഭാവം സൂക്ഷിക്കും. ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കുന്നതുമായിരിക്കും. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ.
വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കെ രാജന് സ്ക്വാഡ് വർക്കുമായി ഇടതുപക്ഷ വനിതകൾ. ഒല്ലൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി രാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി പട്ടിക്കാട് സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ആരംഭിച്ച സ്ക്വാഡ് പ്രവർത്തനം പട്ടിക്കാട് സെന്റർ, PG റോഡ് എന്നിവിടങ്ങളിൽ എത്തി സമാപിച്ചു. കഴിഞ്ഞ 10 കൊല്ലത്തെ വികസന നേട്ടങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലഘുലേഖകളും വിഷു ആശംസകളും വിതരണം ചെയ്തു. വനിതാ നേതാക്കളായ സാവിത്രി സദാനന്ദൻ, സുബൈദ അബൂബക്കർ, രമ്യ രാജേഷ്, ഷീല അലക്സ്, സ്വപ്ന രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന 9-ാം തീയതി കേരളത്തിലെ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. 16ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഒല്ലൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് കെ രാജനാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ ഒല്ലൂർ മണ്ഡലത്തെ നയിച്ച നേതാവാണ് കെ രാജൻ. അദ്ദേഹം തന്നെയാണ് വീണ്ടും 3ാമത് ഹാട്രിക് നേടുന്നതിന് വേണ്ടിയിട്ട് ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ശ്രീ രാജന്റെ നേതൃത്വത്തിൽ നമ്മുടെ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിലും വിദ്യാലയങ്ങൾ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കുന്ന കാര്യത്തിലും കെ രാജൻ വിജയിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ഡലത്തിലുള്ള എല്ലാ സർക്കാർ വിദ്യാലയങ്ങളും ഏറ്റവും കൂടുതൽ മോടി പിടിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യരുടെ മക്കൾക്ക് അന്തസ്സോടുകൂടി സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കാവുന്ന സാഹചര്യമാണ് കെ രാജൻ സൃഷ്ടിച്ചെടുത്തത്. അതോടൊപ്പം തന്നെ മലയോര ഹൈവേ പോലുള്ള ഒട്ടേറെ ഹൈവേകളും BMTC റോഡുകൾ, അതുപോലെ കുടിവെള്ള പദ്ധതികൾ, തടയണകൾ, ചെക്ക് ഡാമുകൾ ഒക്കെ നിർമ്മിക്കുന്നതിന് ആവശ്യമായ പണം വിവിധ വകുപ്പുകളിൽ നിന്നായി സ്വരൂപിച്ചുകൊണ്ട് കേരളത്തിലേക്ക്, നമ്മുടെ മണ്ഡലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്.
കേരളത്തിൻ്റെ തന്നെ രണ്ടാമനായ മന്ത്രിയായിട്ട് റവന്യൂ വകുപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് റവന്യൂ വകുപ്പ്. ആ വകുപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പട്ടയം വെക്കത്തിന് വേണ്ടി കാത്തിരുന്ന ഒട്ടേറെ മനുഷ്യർക്ക് പട്ടയം നേടിക്കൊടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ മനുഷ്യരുടെ എല്ലാ സുഖ ദുഃഖങ്ങളിൽ പങ്കാളിയായിട്ട് നിൽക്കാനായിട്ട് രാജന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും രാജേട്ടനായി. ഒരുപക്ഷെ എനിക്ക് തോന്നിയത് കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ UDFകാരും NDAക്കാരും ഒക്കെ വോട്ട് ചോദിച്ചുകൊണ്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് നടക്കുന്ന കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ ആ നടക്കുന്ന ആളുകൾ പോലും വോട്ട് ചോദിച്ച് UDFനും NDAയ്ക്കും നടക്കുന്ന ആളുകൾ പോലും കെ രാജന് വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ജനകീയനായിട്ടുള്ള ഒരാളുടെയും രാഷ്ട്രീയം നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്ന കെ രാജനെ വീണ്ടും ഈ ഒല്ലൂർ മണ്ഡലത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിജയിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന് നിങ്ങളുടെ ഓരോ വോട്ടും അരിവാൾ ധാന്യക്കെതിർ അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് കെ രാജനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ തിരുനാളിന്റെ ഭാഗമായുള്ള വിളംബര ജാഥയ്ക്ക് മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ സ്വീകരണം നൽകി. വിളംബര ജാഥയുമായി വന്ന മുക്കാട്ടുകര ഇടവകയിലെ സഹവികാരി ഫാദർ നിതിൻ പൊന്നാരി, തിരുനാൾ കമ്മിറ്റി കൺവീനർ കൈക്കാരന്മാർ തുടങ്ങിയവരെ മണ്ണുത്തി പള്ളി വികാരി ഫാദർ ഡേവിസ് ചെറമേൽ സ്വീകരിച്ചു. തുടർന്ന് തിരുനാൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. Always welcome. Always welcome. മുക്കാട്ടുകര പള്ളി തിരുനാളിന്റെ ഭാഗമായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും തിരുനാളിന്റെ ആശംസകൾ നേരുന്നു. 243ാമത് തിരുനാളാണ് മുക്കാട്ടുകരയിൽ ഈ സമയം നടത്തുന്നത്. ഏപ്രിൽ 10 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലെ ഈ തിരുനാള് ഏറ്റവും ഭംഗിയായി തീരാനായിട്ട് മണ്ണുത്തി പള്ളിയുടെ എല്ലാ ആശംസകളും നിങ്ങൾക്കെല്ലാം നേരുകയാണ്. ഈ തിരുനാളിലൂടെ ധാരാളം അനുഗ്രഹം നിങ്ങളുടെ ഇടവയ്ക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ വിളംബര ജാഥ നയിച്ചു വന്ന നിതിൻ അച്ഛനെ പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തിരുനാളിന്റെ കൺവീനർക്കും കൈക്കാരന്മാർക്കും അവിടേക്ക് വന്നിട്ടുള്ള എല്ലാ മക്കൾക്കും പ്രത്യേകം ആശംസകൾ നേരുന്നുകൊണ്ട് നിർത്തുന്നു. എത്രയും സ്നേഹം പറഞ്ഞ ലേഡീസ് ചെറുനിരച്ച കൊച്ചച്ഛൻ കൈക്കാരന്മാരെ, മണ്ണുത്തി ഇടവകാലങ്ങളെ, സ്നേഹത്തിന്റെ പ്രദേശവാസികളെ, മുക്കാട്ടുകര ഇടവകയിലെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മുക്കാട്ടുകരയിലെ അതിർത്തി പങ്കിടുന്ന നമ്മുടെ സ്വന്തം മണ്ണുത്തി ഇടവകയ്ക്കും നിങ്ങൾ പ്രത്യേകം എല്ലാവരും ക്ഷണിക്കുകയാണ്. ഭക്തിസാന്ദ്രമായ എല്ലാ പരിപാടികളിലേക്കും ഏറെ ഹൃദ്യമായിട്ട് മണ്ണുത്തി ഇടവകങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മുൻ വികാരി കൂടിയായിരുന്ന ഡേവിസ് ചെറമലച്ചന് വലിയ അനുഗ്രഹം നമുക്ക് വലിയ ശക്തിയാണ്. വികാരി അച്ഛൻ ഡേവിസ് ചെറമലച്ചനും കൈക്കാരന്മാർക്കും അസിസ്റ്റന്റ് വികാരി ജോൺ പുത്തൂരച്ചനും ഏറെ ഹൃദ്യമായിട്ട് ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും സ്നേഹത്തിനും ഏറെ ഹൃദ്യമായിട്ട് ഇടവകയുടെ പേരിലും കൈക്കാരന്മാരുടെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കേരള നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വോട്ടെടുപ്പ് ദിവസമായ ഏപ്രിൽ 9 തൃശൂർ സുവോളജിക്കൽ പാർക്കിന് അവധിയാണ്. അന്നേ ദിവസം സുവോളജിക്കൽ പാർക്കിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. പെരുമാറ്റച്ചട്ട ലംഘന ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ചു. മണലൂർ നിയോജക മണ്ഡലത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് പലചരക്ക് സാധനങ്ങൾ കിറ്റുകളിലാക്കി സൂക്ഷിക്കുന്നുവെന്ന ആരോപണത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ഇലക്ഷൻ കമ്മീഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ പരാതിയിലാണ് വാടാനപ്പള്ളി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. വാടാനപ്പള്ളി ചാമ്പ്യൻസ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് പരിപ്പ്, പയർ, മുതിര ഉൾപ്പെടെ ഏകദേശം 72,542 രൂപ വിലമതിക്കുന്ന വസ്തുക്കൾ പിടിച്ചെടുത്തു. തൃശൂർ നിയോജക മണ്ഡലത്തിൽ സമാനമായ പരാതിയിൽ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്നു. മണലൂർ, തൃശൂർ നിയോജക മണ്ഡലങ്ങളിൽ
അധികമായി ഫ്ലൈയിംഗ് സ്ക്വാഡുകൾ രൂപീകരിച്ചു. വോട്ടർമാരെ നിയമവിരുദ്ധമായി സ്വാധീനിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും വിട്ടുനിൽക്കണമെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. സംസ്ഥാനത്ത് ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് സഭ സംഘടിപ്പിച്ചു. മച്ചാട് വിദ്വാൻ എളയത് സ്മാരക വായനശാലയിൽ സംഘടിപ്പിച്ച വോട്ട് സഭ വാർഡ് മെമ്പർ ഐശ്വര്യ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. TS കുട്ടപ്പൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കവിയും സാഹിത്യകാരനുമായ ഗോപി പേരാമംഗലം വോട്ടിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ്സിലെത്തു. ജനാധിപത്യം, പ്രാധാന്യം, വോട്ട് അനുഭവങ്ങൾ എന്നിവയെക്കുറിച്ച് മുതിർന്ന അംഗം PK ജയറാം പ്രസംഗിച്ചു. T പ്രകാശ്, MN കൃഷ്ണൻകുട്ടി, KG ശങ്കരൻകുട്ടി എന്നിവർ സംസാരിച്ചു. എനിക്ക് കണ്ടോടത്തോളം തോന്നുന്നതറിയാം, നമ്മൾ ഈ പ്രാധാന്യം കൂടുതൽ മനസ്സിലാക്കേണ്ടത് യുവതലമുറകളാണ്. ഇപ്പോൾ 18 വയസ്സ് പൂർത്തിയായി ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന മക്കൾക്കാണ് കൂടുതൽ പ്രാധാന്യം വേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു യോഗത്തിലേക്ക് അവരെയാണ് നമ്മൾ എത്തിക്കേണ്ടത്. പൊതുവെ അവരിപ്പോൾ പിന്നാക്കം നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഈ വായനശാല അല്ലെങ്കിൽ വായന എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് അവരെ നമ്മൾ എത്തിക്കേണ്ടത് വലിയൊരു കടമയാണ്. എൻ്റെ വീട്ടിലുണ്ട് ഒരാൾ, വായിക്കാൻ ബുക്ക് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ പിള്ളേരോട് സംസാരിച്ച് അവർക്കാണ് കൂടുതൽ അറിവും കാര്യങ്ങളും നൽകേണ്ടത്. കാരണം നിങ്ങൾ എന്നെ വെച്ച് നോക്കുമ്പോൾ എന്നെക്കാട്ടും മുതിർന്ന യുവജന സംഘടനയായ JCI തൃശൂർ റോയൽസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി ദിശ 2026 ഓറിയന്റേഷൻ ഗൈഡൻസ് പ്രോഗ്രാം ഏപ്രിൽ 11 രാവിലെ 9 മണിക്ക് തൃശൂർ കേരള സാഹിത്യ അക്കാദമിയിൽ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. 10, 11, 12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമാണ് പ്രോഗ്രാം. പരിപാടിയിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ ക്ലാസ് നയിക്കും. വെറ്ററിനറി കോളേജിന്റെ മുൻ ഡയറക്ടറും കരിയർ കോളമിസ്റ്റുമായ ഡോക്ടർ TP സേതുമാധവൻ, നാഷണൽ കരിയർ സർവീസിലെ കൌൺസിലർ CK ഷമീർ, MS തൊമ്മച്ചൻ, ജോബിൻ കുര്യാക്കോസ്, CA ജീൻ പോൾ, ജിനു മാധവൻ, നിയമരംഗത്തെ കരിയർ മാർഗനിർദ്ദേശ ക്ലാസ് ജഡ്ജ് K കമനീസ് എന്നിവർ പങ്കെടുക്കും. പരിമിത സീറ്റുകൾ മാത്രമാണുള്ളത്. മുൻകൂട്ടി രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. 9716162597 9074688199 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മീനു ജോബിൻ, സെക്രട്ടറി ഗിരീഷ് KP, ട്രഷറർ MR നിഷാന്ത് എന്നിവർ പങ്കെടുത്തു. മറ്റൊരിടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. പുത്തൂർ യങ്സ്റ്റേഴ്സ് ഫുട്ബോൾ അസോസിയേഷനും പുത്തൂർ ഗവൺമെന്റ് സ്കൂളും സംയുക്തമായി എല്ലാ വർഷവും നടത്തിവരുന്ന മധ്യവേനൽ അവധിക്കാല സൌജന്യ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. പുത്തൂർ സ്കൂൾ ഗ്രൌണ്ടിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഫുട്ബോൾ പരിശീലകനും ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസവുമായ വിക്ടർ മഞ്ഞില നിർവഹിച്ചു. BSNL ടീമിന്റെ ദേശീയ ടീം അംഗവും പരിശീലകനും യങ്സ്റ്റേഴ്സ് പ്രസിഡന്റുമായ MM സേതുമാധവൻ മുഖ്യ പരിശീലകനായി ചുമതല വഹിക്കുന്ന ഈ ക്യാമ്പിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഷിജി കള്ളാടത്തിൽ, ജിനുമോൻ, റബി മുട്ടിക്കൽ, BB ഹരിദാസ് എന്നിവർ സഹപരിശീലകരാകും. ക്യാമ്പിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണം, നിയമ ബോധവൽക്കരണം തുടങ്ങിയ ക്ലാസുകളുണ്ട്.
പുത്തൂർ സ്കൂൾ ഹെഡ്മിസ്റ്റർ സുനിത, കായികാധ്യാപകൻ ബെന്നി ഐസക്, യങ്സ്റ്റേഴ്സ് ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ബൈജു ടി, വൈസ് പ്രസിഡന്റ് സന്തോഷ് കാക്കനാട്ട്, ട്രഷറർ എം അരവിന്ദാക്ഷൻ, യങ്സ്റ്റേഴ്സ് ടീം അംഗം മനു പ്രസാദ്, സ്കൂൾ SMC ചെയർമാൻ സന്തോഷ് പുഴക്കടവിൽ, PTA ഭാരവാഹികൾ, കുട്ടികളുടെ മാതാപിതാക്കൾ എന്നിവർ പങ്കെടുത്തു. 2 മാസം നീളുന്ന ക്യാമ്പ് മെയ് 30-ന് സമാപിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ പല പ്രാവശ്യം ഇതുപോലെ പല കോച്ചിങ് ക്യാമ്പുകളും ഉദ്ഘാടനം ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം മാത്രമേ കൂട്ടി പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മളൊരു കൂട്ടായ്മ, ഫുട്ബോൾ എന്ന് പറയുന്ന ടീം ഗെയിമിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ടീം ഗെയിമാണ്. 11 ആൾ കളിച്ചാലേ നമ്മൾ ടീം ജയിക്കുള്ളൂ. അതിലൊരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർവേഡ് അവിടെ ഒരു ബോൾ കൊണ്ടുപോയി അടിക്കാൻ പോകുന്ന സമയത്ത് ആ ബോൾ ആക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അടിക്കാൻ പറ്റിയില്ല, അവർ എതിരാളികൾ എടുത്ത് എതിരാളി വെറുതെ നിൽക്കില്ല. അപ്പോൾ അവർ അതുപോലെ തന്നെ ആ ബോൾ എടുത്ത് വരുന്ന സമയത്ത് ഒരാളെയും തെറ്റുപറ്റി അടുത്ത സെക്ഷൻ വരുമ്പോൾ നമ്മൾ ഫോർവേഡ് ആണെങ്കിൽ പിന്നെ മിഡ്ഫീൽഡ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഗോൾ കീപ്പർ വരുള്ളൂ. അപ്പോൾ അത്രയും ഒരാൾ ഈ തെറ്റിനെ നമ്മൾ കുറ്റം പറയാൻ നിൽക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയ സംഭവം ആണെങ്കിൽ നമ്മൾ എന്തിനത് ചെയ്യാന്നൊക്കെ ചോദിക്കാൻ സമയമില്ല അവിടെ. നമ്മൾ ആ തെറ്റ് തിരുത്തണം നമ്മൾ. അപ്പോൾ ആ ഒരു കൂട്ടായ്മ അതാണ് ഇതിൽ ഏറ്റവും ശക്തി. നമ്മളറിയാതെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്മളറിയാതെ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു വികാരമായിട്ട് മാറുന്നത്. തമ്മിലുള്ള വിട്ടുവീഴ്ച, തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ പരസ്പരം സഹായിക്കുന്ന കാര്യങ്ങൾ. നേരത്തെ ടീച്ചർ പറഞ്ഞ മാതിരി ശരിക്കും നമ്മൾ ജീവിത ലൈഫ് എന്ന് പറയുക, ആ സ്റ്റൈലിൽ ജീവിതം നമ്മൾ പഠിക്കുന്നത് ഫുട്ബോൾ ഗ്രൗണ്ടിലാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു സെലക്ഷൻ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ കളിച്ചിരുന്ന കുറേ കളിക്കാരുണ്ട്. പക്ഷേ അതിൽ ഇപ്പോൾ എൻ്റെ രീതിയിൽ കളിച്ച് വരാൻ പറ്റിയ, അല്ലെങ്കിൽ ആ നിലവാരത്തിൽ കളിക്കാൻ പറ്റി എനിക്ക് മാത്രമേ പറ്റുള്ളൂ. അത് പല കാരണങ്ങളുണ്ടായിരിക്കാം. കുറേ ഭാഗ്യം വേണം, ദൈവഭയം വേണം, അത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഇത്രയും കുട്ടികളുണ്ട്, ഏകദേശം 100 കുട്ടികളുണ്ട്. അതെ, 100 കുട്ടികളുണ്ട്. ഈ കുട്ടികളിൽ എല്ലാവർക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ഉയരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, പ്രത്യേകിച്ച് മാതാപിതാക്കളോട്. അതായത് നമുക്കറിയാം, ഇത് തീർച്ചയായിട്ടും കുട്ടികളെ അവരുടെ ഈ കളിക്കളത്തിൻ്റെ ഈ ബൗണ്ടറിമാരെ തന്നെ അവരെ ഒരു ജീവിതത്തിൻ്റെ ഒരു ബൗണ്ടറിയിൽ അവരെ നിർത്താനായിട്ട് ഇങ്ങനത്തെ കോച്ചിങ് ക്യാമ്പ് സഹായിക്കും. തീർച്ചയായിട്ടും അവർക്ക് എന്തായാലും പറയുക, ഇപ്പോൾ ഒരു വിസിലടിച്ചപ്പോൾ തന്നെ, സേതൊരു വിസിലടിച്ചപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു എന്താ പറയാൻ പോകുന്നത്. അതാണ് കഴിവ്, അതാണ് ഈ ഗെയിമിനുള്ള കഴിവ്. നമ്മളൊരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ ചെയ്യാൻ പോകുന്നത്. ഒറ്റ വീട്ടിൽ വേറെ എന്തൊക്കെ നിയന്ത്രിച്ചാലും ഈ ഗ്രൗണ്ടിൽ ഒരു റഫറി വിസിലടിച്ചാൽ എത്ര തമ്മിൽ വഴക്കയിൽ വിസിലടിച്ചാൽ എല്ലാവരും നിന്നു അത് അനുസരിക്കും. അപ്പോൾ ആ ഒരു മെസ്സേജ് അത് വലിയൊരു മെസ്സേജാണ്. നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള ഏറ്റവും വലിയൊരു മെസ്സേജാണ്. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം പോയി സെലക്ഷൻ, ഞാൻ എന്നെ എൻ്റെ ഓക്കെ ഓപ്പറേഷൻ സുദർശന തുടരുന്നു. വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പിടികൂടി. കയ്പമംഗലം ചന്ദ്രാപിന്നി മുരുകൻ എന്ന് വിളിക്കുന്ന വിപിനെയാണ് ലുക്കൌട്ട് സർക്കുലർ പ്രകാരം നെടുമ്പാശ്ശേരിയിൽ നിന്ന് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മുളയം കണ്ണോത്ത് വീട്ടിൽ മേരി ജോസഫ് മകൻ ലിയോ നിര്യാതനായി. 36 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. താണിക്കുടം ഒറയംപുറത്ത് രാമൻകുട്ടി നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 3 ആഴ്ച നീണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊട്ടിക്കലാശം എന്ന പേരിൽ ഒല്ലൂർ സെന്ററിലും തൃശൂർ സ്വരാജ് റൌണ്ടിലും നടന്നു. വേനൽ ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടുമായി പരസ്യ പ്രചാരണത്തിന് സമാപനം. ഒല്ലൂർ മണ്ഡലത്തിലെ 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും കൊട്ടിക്കലാശം. ഒല്ലൂരിൽ അണികളിൽ ആവേശക്കടൽ തീർത്തു. കേരള കാർഷിക സർവകലാശാല 2025 അധ്യയന വർഷത്തെ ബിരുദദാന ചടങ്ങ് തൃശൂർ പുഴയ്ക്കലിൽ ഹയാത്ത് റീജൻസിയിൽ വെച്ച് നടന്നു. തൃശൂർ MP സുരേഷ് ഗോപിക്കെതിരായ തെരഞ്ഞെടുപ്പ് ഹർജി ഹൈക്കോടതി തള്ളി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.